എന്റെ കർത്താവേ, കേരളത്തിലെ പണിക്കാരെ കിട്ടാൻ പാടെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ അതിനേക്കാ കഷ്ടമാണല്ലോ. ആമാ സാർ, നിങ്ങ ഇങ്ങ വന്നപ്പോ ഇവിടെ ഉള്ളവരെല്ലാം കേരള പോയാச்சு. ഇടാ, പണിക്കാര് ചായ കുടിക്കാൻ പോയിട്ട് മണിക്കൂർ എത്രടാ? உங்களுக்கு വേല മുഖ്യം, അവർക്ക് സാപ്പാട് മുഖ്യം. എനിക്കും അയ്യോ കുഞ്ചറിയപ്പാ, എന്നോണ്ട് വിശേഷം? എന്നാ ചേച്ചി, എന്നാ ഒരു മുന്നറിയിപ്പില്ലാതെ? മുന്നറിയിപ്പില്ലാതെ ഞങ്ങൾ മാത്രമല്ല, വേറൊരാളും വന്നിട്ടുണ്ട്. എന്നാ ചേച്ചി ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ആരെ കാണാൻ വന്ന ഇവള്? എനിക്ക് ഇങ്ങോട്ടൊരു പെങ്ങളില്ല, ഇല്ലെന്ന് കുര്യച്ചൻ പണ്ടേ തീരുമാനിച്ച. കുര്യച്ച, നീ കരുതുന്ന പോലെയല്ല സൂസനപ്പച്ചന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എടാ കൊച്ചുമോനെ, പരഗതിയില്ലാതെ തെണ്ടി തിരിഞ്ഞു വന്ന ഇവളെ നീ കൂടി കൈയൊഴിഞ്ഞ അവക്ക് നമ്മൾ കൂടപ്പിറപ്പുകളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇല്ല, ഒരേ ചോരെ പറഞ്ഞ കൂടപ്പിറപ്പായിരുന്നെങ്കിൽ അവൾ ഇങ്ങനൊന്നും കാണിക്കത്തില്ലായിരുന്നു. കുപ്പായ ഊരിയോ ചൊരുത്തന്റെ കെട്ടിയോളാകാൻ പോയപ്പോ അവൾ എന്നെ ഒന്ന് അറിയിച്ചോ? അവൻ ദീനമെന്ന് ചത്തപ്പോഴെങ്കിലും ഇങ്ങനെ ആങ്ങളെ ഉണ്ടെന്ന് അവൾ ഓർത്തോ? അപ്പോഴൊന്നും എന്നെ വേണ്ടായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് നിന്നെ ഫേസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാടാ ഇത്രയും കാലം നിന്നെ ഒന്നും അറിയിക്കാതെ കഴിഞ്ഞത്. നീയും കൂടി കറുത്തിട്ടൊരു വാക്ക് പറഞ്ഞാലോന്ന് കരുതി. അതാ പറഞ്ഞത്, അവക്ക് ഈ എന്റെ മനസ്സ് നാളെ വരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാന്ന്. എന്ത് മഹാപാപം ചെയ്താലും നീ എന്റെ കൂടപ്പറപ്പല്ലാണ്ടാവോടി, എന്നെ സൂസിക്കൊച്ചല്ലാണ്ടാവോടി. നിന്നെ പറ്റി ഓർത്ത് കണ്ണ് നനയാത്തൊരു ദിവസം പോലും കുര്യച്ചന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിനക്കറിയാവോ എന്തിനാണ് നീ ഇത്രയും കാലം ഞങ്ങളെയൊക്കെ ദണ്ണം കൊള്ളിച്ചത്? നമ്മുടെ ചാച്ചനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ചാച്ചനും അമ്മച്ചിയുടെ കുടുംബക്കാരും തമ്മിലുള്ള വക്കാണത്തിനിടയിൽ കിടന്ന് നമ്മുടെ അമ്മച്ചി ഒരുപാട് തീരുന്ന തുടങ്ങി അവന്റെ സെന്റിമെന്റ്സ്. ആദ്യം നീ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക. ഇതിനി എന്നാ തീരുമാനിക്കാനേ ചേച്ചി? ചാച്ചന്റെ 5 ചക്രത്തിന് മുതൽ എനിക്ക് വേണ്ട, പക്ഷെ ഇവക്ക് അവകാശപ്പെട്ടത് ഞാൻ ഇവക്കും പിള്ളേർക്കും വാങ്ങിച്ചു കൊടുക്കും. വേണ്ട, എന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. ഞാൻ എന്നെ സമ്മതിക്കില്ല. സൂസിക്കൊച്ചു പറഞ്ഞതാ ശരി, കുര്യച്ചൻ തൽക്കാലം അങ്ങോട്ട് വരണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ചാച്ചന്റെ സ്വത്തിൽ ഇവക്കും അവകാശമില്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് ചാച്ചൻ എന്നോട് പറയട്ടെ. എന്തായാലും ഇതിന്റെ പേരിൽ തട്ടേക്കാട്ട് ചാണ്ടച്ചനോട് ഒരംഗം കൂടി നടത്തേണ്ടി വന്നാലും ഞാൻ നടത്തും. സർവശക്തനായ ദൈവമേ, അങ്ങേ തിരുക്കുമാരനെ മരിച്ചവരിൽ നിന്ന് അങ്ങ് ഉയർപ്പിച്ചുവല്ലോ. മരണമടഞ്ഞവരും ജീവിക്കുന്നവരുമായ സകലരെയും കാരുണ്യപൂർവ്വം തൃക്കൻ പാർക്കണമേ. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലഭാഗേ കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങളെ ചാച്ചനോട് എനിക്ക് സംസാരിക്കാനുണ്ട്. എന്നെ വെല്ലുവിളിച്ചിട്ട് നാട് വിട്ട നിന്നോട് എനിക്ക് സംസാരിക്കാനില്ലെങ്കിലോ? പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് മതി അമ്മച്ചിയുടെ കുഴിമാടത്തേക്ക് ചാച്ചൻ കടക്കാൻ. ചാച്ചന്റെ മോളൊരുത്തി അന്യനാട്ടിൽ നിന്ന് ജീവിതമാർഗം ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞിവിടെ എത്തിയിട്ടുണ്ട്. ചാച്ചനവളെ അമ്മച്ചിയുടെ കുഴിമാടത്തിൽ നാട്ടിയിറക്കിയെന്ന് ഞാൻ കേട്ടു. എന്തിന്? എന്തിന്റെ പേരിൽ? എനിക്കതറിയണം. എന്റെ ആ മകള് മരിച്ചു, എനിക്ക് അങ്ങനെ ഒരു മകളില്ല. അതെ, എന്നെ വിസ്തരിച്ച് ശിക്ഷിക്കാനാണോ നിന്റെ എഴുന്നള്ളത്ത്? അല്ല, ഇന്ന് മരിച്ചവരുടെ ഓർമ്മ പെരുന്നാള് ദിവസം ആ കുഴിമാടത്തിങ്ങ് നിർത്തി പ്രാർത്ഥിക്കാനും ഒപ്പീസ് ചൊല്ലിക്കാനുമായിട്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അവിടേക്ക് ചാച്ചന് കിടക്കണമെങ്കിൽ ചാച്ചൻ എനിക്കൊരു വാക്ക് തരണം. അവക്ക് അവകാശപ്പെട്ട സ്വത്തും മുതലും കൊടുക്കാമെന്ന വാക്ക്. ഇല്ലെങ്കിലോ? ഇനി ഒരു അടി കൂടി ചാച്ചൻ മുന്നോട്ട് വെക്കത്തില്ല. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാതെ വാക്ക് എന്നിട്ട് ചാച്ചൻ കടന്നോ. ഇല്ലാതെ കടക്കത്തില്ല. എന്നെ തടയാൻ നീ ആരാടാ? വേണ്ട,
ആരും പിടിക്കരുത്. എന്നെ കൊല്ലട്ടെ, എന്നിട്ട് ആ ശവത്തിന്റെ മുകളിൽ കൂടെ കടന്നു പോയിക്കോട്ടെ. കുര്യച്ച, എന്താ മോനെ ഈ പറയുന്നേ? എന്റെ ഈ പെങ്ങള് കൊച്ചിനെ പട്ടി ആട്ടിറക്കുമ്പോൾ ആട്ടി ഇറക്കിയപ്പോ ഒരച്ഛനും ഒരു തെരസഭ പ്രമാണിയും ചോദിച്ചില്ലല്ലോ. അവള് ചെയ്തത് തെറ്റാ. കുപ്പായ ഊരി വെച്ചിട്ട് ഒരു കല്യാണത്തിനിറങ്ങി പുറപ്പെട്ടത് തെറ്റ് തന്നെ. അതിൽ അവർക്ക് വിഷമമുണ്ട്. മറക്കാനും പൊറുക്കാനും അല്ലയോ വെച്ചോ സഭ പഠിപ്പിക്കുന്നത്? അല്ലാതെ ദണ്ണം കൊള്ളുന്നവന്റെ മുതുകത്ത് കയറി കൂര വെക്കാൻ ഒരു പുണ്യാളെന്ന് ഒരു ബൈബിളും പറയുന്നില്ല. ഉണ്ടോ? എന്ത് പാപം ചെയ്താൽ ഇവളും രണ്ട് കുഞ്ഞുങ്ങളും പെരുവഴി ഇറങ്ങി തണ്ടണോ? പറ. തണ്ടണവടാ. എന്നെ എന്റെ തിരുസഭയെ അവമാനപ്പെടുത്തിയവള് തണ്ടണം. നീയല്ല, മരിച്ചുപോയ എന്റെ അപ്പം കുഴി നിലത്ത് വന്നാലും ശരി. ഇവക്ക് വന്ന വിഷസന്തോഷങ്ങൾക്കും 5 കാശിന്റെ മുതൽ ഞാൻ കൊടുക്കുകയല്ല. മകനാണെന്നുള്ള ഒറ്റ ബന്ധം വെച്ചോണ്ട് അവസാനമായിട്ട് ഞാൻ പറയാം, മാറാ മുന്നിന്ന്. മാറില്ല. അപ്പനാണെന്നുള്ള ഒറ്റ ബന്ധം വെച്ചോണ്ട് ഞാനും പറയാം, ചത്താലും ഞാൻ മാറുകയല്ല. കുര്യച്ച, ഞാനാ പറയുന്നത്. ഈ ഇടവകയുടെ വികാരി അച്ഛൻ വലിയ മാറി നിൽക്ക്. ചാണ്ടിച്ച, ചെന്ന് പ്രാർത്ഥിക്ക. വേണ്ടച്ചോ, വേണ്ട. ഞാൻ തോറ്റു മടങ്ങുകയല്ല. ഈ അവസ്ഥയിൽ എന്നെ കാണാൻ അവിടെ കിടക്കുന്ന എന്റെ കെട്ടിയൊക്കെ കഴിയത്തില്ല. നിങ്ങള് തട്ടേക്കാട്ടുകാരി 4 വഴിക്ക് പിരിഞ്ഞു കഴിയുന്നില്ലേ? ഈ കുഞ്ഞോച്ചാന് വലിയ മനസ്താപമുണ്ടേ. പൊന്നു മനസ്സല്ലേ കുഞ്ഞോച്ചായന്റെ ഇത്. ആ ഇതങ്ങ് കേൾക്കും. അങ്ങനെ അല്ലാതെ ആകുമോ പ്രഹ്ലാദ? വെറുതെക്കാരനാണോ ഞാൻ? വകയിലാണെങ്കിൽ കാരണമല്ലേ? ആ മറിയാമോട് ആ ബന്ധം പറ്റൂ. ചാണ്ടിച്ചന്റെ സ്വഭാവ ഗുണം കൊണ്ടാ. അല്ലെങ്കിൽ എന്ത് രമ്യതയിലും സ്നേഹത്തിലും കഴിയേണ്ട കുടുംബങ്ങളാ ഞങ്ങളുടെ. എന്നതാണേലും സൂസറിന് കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി കുരേച്ച കുന്താരിക്ക് പോകുന്ന അടേല് പറയുന്നത്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് പാപ്പി. പക്ഷേ കുരിയച്ചൻ ഇന്ന് പള്ളി ശവക്കോട്ടെ കാണിച്ച പോലെ മസില് പിടിച്ചിട്ടോ വെല്ലുവിളിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. നിയമപരമായി തന്നെ നീങ്ങണം. അതെ, നമ്മുടെ കസ്റ്റഡിയിലല്ലേ നല്ല സ്വയംഭം ബാക്കിയിട്ടിരിക്കുന്നത്. നമ്മുടെ സോണിച്ചന്റെ അളിയനെ നമുക്ക് പുള്ളിക്കാരനെ പിടിക്കാം. അമ്മച്ചിയുടെ മരണത്തിന്റെ കേസ് ഫയലൊക്കെ ഞാൻ തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. കേസിൽ ചാണ്ടിച്ചൻ ജയിച്ചെങ്കിലും ഇപ്പൊ നമുക്ക് ഈ ഫയൽ ഗുണം ചെയ്യും. സൂസനെ പള്ളി ശവക്കോട്ടയിൽ വെച്ച് ചീത്ത പറഞ്ഞതും ഇതും കൂടി വെച്ചിട്ട് സിവിലും ക്രിമിനലും ആയിട്ട് 2 എണ്ണം അങ്ങ് ചാമ്പാം. ഒന്നുകൂടി ഒഴിക്കടാ പാപ്പിയ നമ്മുടെ കുരിയച്ചന്. മതി മതി. കുഞ്ഞോച്ചാൻ വിളിച്ചപ്പോ ഞാൻ എന്റെ അളിയനെയും കൂട്ടി എന്റെ വണ്ടിയിൽ ഇവിടെ വന്ന് ഇറങ്ങി. തൊണ്ട നനയ്ക്കാൻ ഓരോ സ്മോളും എന്റെ പെങ്ങന്മാരുടെ നന്മയ്ക്കായിട്ട് കുറച്ച് ഗുണദോഷവും തന്നു. നന്ദിയുണ്ട്. ഇനി നമുക്ക് പിരിയാം. ഇതങ്ങനെ കീച്ചു കുരിയച്ചാ. നായരെ, 2 ഗ്ലാസ് കള്ളും ഞണ്ണാൻ തന്ന് ഫിറ്റ് ആക്കിയിട്ട് 4 ഭാഗത്തു വരുന്ന വേദം പറഞ്ഞ കുരിയച്ചൻ മുണ്ടും മാടിക്കുത്തി സ്വന്തം അപ്പനെതിരെ കളിക്കാൻ ഇറങ്ങും നിങ്ങൾക്ക് തോന്നിയാ അത് തെറ്റ്. ഞങ്ങൾ അപ്പനും മകനും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ അപ്പനും മകനും കൂടെ തീർത്തോളാം. അതിനിടയിൽ കയറി തുരിശ് അലക്കാൻ വരല്ലേ, കുരിയച്ചനത് പിടിക്കുകയല്ല. എടാ കുരിയാച്ച, ഞങ്ങൾ നിന്റെ ഗുണത്തിന് വേണ്ടിയായി പറയുന്നേ. ഓ, ചെയ്തു തന്ന ഗുണാധികാരമൊക്കെ മതി. എണീക്ക് വളച്ച. ഇപ്പൊ എന്നായി? അപ്പോഴേ ഞാൻ അപ്പനോട് പറഞ്ഞതാ, കണ്ട ചെമ്മാനും ചെരുപ്പൂത്തിനും ഒന്നും വിളിച്ച് വീട്ടിൽ കേട്ടണ്ടാവും. ആണ്ട കട, സോണിച്ചന് വിവരമുണ്ട്. നിന്റെ അപ്പനോട് ലേശം വിവരം പറഞ്ഞു കൊടുത്ത് വകതിരി ഉണ്ടാക്കടാ മോനെ. ഇല്ലേലുണ്ടല്ലോ അങ്ങ് ഭരണങ്കാനം പള്ളിയിൽ മടക്കി ഒതുക്കി വെച്ചിരിക്കുന്ന പൊന്നും കുരിശും മുത്തുക്കടയും ഞാൻ ഈ വീട്ടുമുറ്റത്തോട്ട് എടുപ്പിക്കും. നിന്റെ അപ്പനെ അവസാനമായിട്ട് പള്ളിപ്പറമ്പിലോട്ട് കെട്ടിയെടുക്കാൻ. സോണിച്ച, അത് വേണ്ട. ഞാനും എന്റെ അളിയനും കൂടെ കഴിച്ചത് 3 2 5 പെക്ക്. നിന്റെ പെമ്പിള വറുത്തരച്ച് വെച്ച കോഴിക്കറിയും കണസ ടച്ചിങ്സും കൂടെ 450 രൂപ. പാപ്പച്ചായന്റെ ബാറിനേക്കാൾ 50 രൂപ കൂടുതലുണ്ട്. അത് നിനക്ക് ടിപ്പ്. നമ്മൾ തമ്മിലൊരു കടപ്പാട് വേണ്ടല്ലോ. വളച്ചമ്പാ, എന്നാ പിന്നെ സോണിച്ചൻ കഴിക്കും.